പിതാവും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമീൻ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ക്രൈസ്തവ സഭകൾ എല്ലാം തന്നെ നോയമ്പ് ആചരിക്കുകയാണ്. അപ്പസ്തോല സഭകൾ എന്നറിയപ്പെടുന്ന സഭകൾ അല്ല, മറ്റുള്ളവർക്ക് ഇല്ലെന്നാണ് അറിയുന്നത്. പണ്ട് മുതലേ അങ്ങനെയാണ്. അപ്പം കൂടുതലും നോയമ്പ് ആചരിക്കുന്നത് സുറിയാനി സഭകളാണ്. അപ്പസ്തോലിക സഭകൾ ആണ് സുറിയാനി സഭകളാണ്. അതിൽ അന്ത്യോക്യ റീത്ത്, മലബാർ റീത്ത് ഇവരൊക്കെ ആചരിക്കുന്നു. ലത്തീൻ റീത്തിലും അടുത്ത കുറേ കാലങ്ങളായിട്ട് നോയമ്പ് അത് അവരുടെ പ്രാർത്ഥനകളോടുകൂടി ഈ മാത്രം അവർ ആചരിച്ചു കൊണ്ടിരുന്നവർ, പ്രാർത്ഥനകളും ഉപവാസമായിട്ട് മാത്രം ആവശ്യമെങ്കിൽ ആചരിച്ചു കൊണ്ടിരുന്നവർ ഇപ്പോഴും വർജനയും അവരിൽ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അപ്പോൾ എന്തിനാണ് ക്രൈസ്തവർ ഈ നോയമ്പ് ആചരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഞാനിത് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവർക്ക് കൂടെ വേണ്ടിയാണ്. ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവരും അറിയണമല്ലോ, എല്ലാ മതസ്ഥരും അറിയണം ക്രൈസ്തവരെന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഒരു അറിവ് ഉണ്ടാകുന്നത്. അതിനെപ്പറ്റി നല്ലതാണല്ലോ. ഞാനിത് ചെയ്യുന്നതെന്ന് പറഞ്ഞ പലരും പറഞ്ഞ് വളരെ ലളിതമായിട്ട് ഉള്ള ശൈലിയിൽ എല്ലാവർക്കും അത് മനസ്സിലാകുന്ന വിധത്തിൽ ചെയ്യണമെന്നൊക്കെ എന്നോട് ചിലരൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഭാഷയിൽ കഴിയുന്നതും കടുപ്പമായിട്ടുള്ള വാക്കുകൾ ഒന്നും വരാതിരിക്കാനും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ക്രിസ്ത്യാനികളെ മാത്രം ഉദ്ദേശിച്ചല്ല, ക്രൈസ്തവരും അറിയണം. കാരണം ഇന്നത്തെ കാലമായപ്പോൾ അങ്ങനെ അധികം അറിയാറില്ല. ക്രൈസ്തവരായാലും അങ്ങനെ പഴയതുപോലെ അറിയണമെന്നില്ല. പഴയ ആളുകളായിരുന്നു കർശനമായിട്ട് നോയമ്പ് ആ നിഷ്ഠയോടുകൂടി ആചരിച്ചിരുന്നത്. അപ്പോൾ അന്ത്യോക്യൻ റീത്തിൽ ഒക്കെയാണ്. ഇപ്പം ഞായറാഴ്ച 2-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം മുതൽ ആണ് നോയമ്പ് ആചരണം തുടങ്ങിക്കഴിഞ്ഞു. മറ്റ് മലബാർ റീത്തിലും ലത്തീൻ റീത്തിലുമൊക്കെ അതുപോലെ ഓരോ ദിവസത്തിൻ്റെയൊക്കെ വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ അവരും ആയിക്കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ 40 നോയമ്പ് എന്ന് പറയുന്നത് നേരത്തെ പഴയ നിയമത്തിൽ ആചരിച്ചുകൊണ്ട് അന്ന് മുതലേ ഉണ്ട്. യേശുവിൻ്റെ പരസ്യ ജീവിതത്തിന് മുൻപായിട്ട് യേശു ആചരിച്ചു. പിന്നെയും 40 ദിവസം അവിടുത്തെ പീഡാനുഭവങ്ങളുടെ ധ്യാനങ്ങളും ഒക്കെയാണ്. അങ്ങനെയാണ് ഇപ്പോൾ 50 ദിവസം നമ്മൾ ആചരിക്കുന്നുണ്ട്. ഇതേ പറ്റി ഒന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. നോമ്പാചരണം നമ്മൾക്ക് വളരെ നിഷ്ഠയോടുകൂടി ആചരിക്കുന്നവർ ഇന്നും ധാരാളമുണ്ട്. അത് കൂടുതലും സ്ത്രീകളൊക്കെ ആയിരിക്കും കൂടുതലും. കാരണം മറ്റുള്ളവർ പുരുഷന്മാരൊക്കെ ജോലിക്ക് പോകുന്നവരും ഒക്കെയാണ്. എന്നാൽ തന്നെയും അത് ആചരിക്കാൻ പറ്റും ജോലിക്ക് പോകുന്നവർക്കും. പക്ഷേ നമ്മൾക്ക് അതല്ലല്ലോ. കൂടുതലും മനുഷ്യർ നമ്മുടെ ബലഹീനത എന്ന് പറയുന്ന ഭൗതിക കാര്യങ്ങൾക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. എല്ലാം കുട്ടികളുടെ ആയാലും പഠന കാര്യങ്ങൾക്ക് ഭൗതിക പഠനത്തിനാണ് കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ ആത്മീയ പഠനത്തിനോ ആത്മീയ കാര്യങ്ങൾക്കോ അല്ല പ്രാധാന്യം. ഞായറാഴ്ചയിൽ പോലും വിശുദ്ധ ദിവസങ്ങളിൽ പോലും ട്യൂഷനുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊന്നും മുടങ്ങാൻ പാടില്ല. അതേസമയമല്ല, അങ്ങനെയുള്ള അല്ലാതെ ഒരു ദിവസങ്ങൾ ആത്മീയ കാര്യങ്ങളിൽ നമുക്ക് പുറകോട്ടാണ്. അതിന് പ്രാധാന്യം അതിന് 2-ാം സ്ഥാനവും 3-ാം സ്ഥാനം വരെ ആയിപ്പോയിരിക്കുകയാണ് ഓരോ ദിവസം വരുമ്പോൾ. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ കൺവെൻഷനുകൾ, ധ്യാനങ്ങൾ, ഇതൊക്കെ ഓരോരുത്തടുത്ത് വരും. അപ്പോൾ അതിന് ഓടിക്കൂടിയാൽ മതി എന്നുള്ള ഒരു ധാരണയായി. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ആ നോയമ്പാചരണം വളരെ ഒരു വലിയ കാര്യമില്ലെന്നും ആയിട്ടുമുണ്ട് പലർക്കും. അപ്പോൾ എന്താണ് ഇതിൽ ചെയ്യുന്നത് ക്രിസ്ത്യാനികൾ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഭക്ഷണവർജന, ദൈനംദിന ഭക്ഷണത്തിലുള്ള ചില വർജനകൾ, നമ്മൾ ചില കാര്യങ്ങൾ, കൊഴുപ്പും ഒക്കെ കൂടുതലുള്ള അത് മത്സ്യം, മാംസം, മുട്ട, ഇറച്ചി ഇവയൊക്കെ ഉപയോഗിക്കാതിരിക്കുക, വർജിക്കുക. അത്
ഇത് ഇറച്ചി തീർച്ചയായിട്ടും കമ്പൽസറി ആയിട്ട് നിർബന്ധമായിട്ട് അത് ക്രിസ്തുവിൻ്റെ ഉത്ഥാനം വരെ, അതായത് ഈസ്റ്റർ വരെ ഉപയോഗിക്കാതിരിക്കുക. ഈസ്റ്റർ മുതൽ ഉപയോഗിക്കുക. ബാക്കിയുള്ള ദിവസങ്ങളിൽ, വെള്ളിയാഴ്ചയുള്ള ദിവസങ്ങളിൽ നമുക്ക് ദിവസങ്ങളിൽ മത്സ്യവും മുട്ടയും പ്രായമായവർ, അവശതയുള്ളവർ, രോഗികളായിട്ടുള്ളവർ, ബലഹീനരായിട്ടുള്ള പല ശരീരത്തിൻ്റെ അവശതകളുള്ളവർക്ക് ഒക്കെ ഉപയോഗിക്കാം. അങ്ങനെയൊക്കെയാണ് ഇന്നിപ്പോൾ സഭകളിൽ ചെയ്യുന്നത്. അപ്പോൾ അത് ന്യായമാണ് താനും. അപ്പം നമ്മളവിടെ ചെയ്യുന്നത് ഈ നോയമ്പുണ്ടെന്ന് പറഞ്ഞ് ഈ വർജന മാത്രമല്ല, അത് നോമ്പായില്ല, കുറച്ച് പ്രാർത്ഥന ചൊല്ലിയതുകൊണ്ടല്ല കാര്യങ്ങളായില്ല. നോയമ്പിനെയൊക്കെ പ്രധാനമായിട്ട് യാമ പ്രാർത്ഥനകളിൽ ഒരുപാട് വ്യത്യാസമുണ്ട്, ദീർഘമായ പ്രാർത്ഥനകളുണ്ട്. അപ്പോൾ അത് മാത്രമല്ല നോയമ്പെന്ന് പറയുന്നത്. കർത്താവിൻ്റെ, അതായത് നമ്മുടെ കർത്താവ് യേശുവിൻ്റെ കഠിനമായ പീഠാനുഭവങ്ങൾ, അതിനോടൊപ്പം കുരിശുമരണം, ഇവയും യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലുള്ള സംഭവങ്ങളും ഓരോ പ്രബോധനങ്ങളും ഒക്കെ നമ്മൾ അനുസ്മരിച്ചുകൊണ്ട് മറ്റുള്ളവരോട് കരുണയ്ക്കും സ്നേഹത്തിനും സമാധാനത്തിനും, മറ്റുള്ളവരുടെ സമാധാനത്തിന് നമ്മൾ ഊന്നൽ നൽകിക്കൊണ്ടുള്ള യേശുവിൻ്റെ പ്രബോധനങ്ങൾ അതെല്ലാം അനുസ്മരിച്ചുകൊണ്ട് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെ നമ്മൾ അത് ആചരിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ വർജനകളും ചെറിയ ദീർഘമായ പ്രാർത്ഥനകളിലും മാത്രമാകത്തില്ല. നമ്മൾ ഇത്രയും പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നോയമ്പാകുന്നില്ല. അപ്പോൾ യേശു എന്താണ് ചെയ്തത്? അവിടുന്ന് യേശു അവർക്കറിയാം, ഞാൻ ഉൽപ്പത്തിയിൽ അതൊക്കെ പഠിപ്പിച്ചപ്പോൾ അതൊക്കെ എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് എപ്പോഴും മനുഷ്യൻ്റെ കൂടെ ആയിരിക്കണമെന്നും മനുഷ്യൻ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കണം എന്നുമാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പോൾ അങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യൻ പാപം ചെയ്തു, ദൈവത്തിൻ്റെ കൽപ്പനകൾ ധിക്കരിച്ചു, പാപം ചെയ്തു. അപ്പോൾ അങ്ങനെ പാപാവസ്ഥയിലായി. പിന്നെ ജനിക്കുന്നവരും ആ പാപാവസ്ഥയിലാണ്. ആ പിന്തുടർച്ച, നമ്മുടെ ആ പാരമ്പര്യം നിലനിൽക്കുകയാണ്. നമ്മുടെ കുടുംബത്തിൽ ഓരോ പാരമ്പര്യം മറ്റ് ഭവനങ്ങളായിട്ട്, ചെറിയ ഭവനങ്ങളായിട്ട് പലയിടത്തുമായിട്ട് ചെതറി പോയാൽ തന്നെ ആ പാരമ്പര്യം, എൻ്റെ കുടുംബത്തിൻ്റെ പാരമ്പര്യമാണെന്ന് പറയുമ്പോൾ ആ പാരമ്പര്യത്തിലുള്ള മേന്മകളെല്ലാം നമ്മൾ അവകാശപ്പെടുന്നില്ലേ? ഇപ്പം ദോഷങ്ങളുള്ളതും മറ്റ് പലരും പറഞ്ഞ് കുടുംബത്തിൻ്റെ ദോഷം എന്നാണെന്ന് പറഞ്ഞൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ പരസ്പരം പറയുകയും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുപോലെ നമുക്ക് ആ പാരമ്പര്യം, ആദ്യ മാതാപിതാക്കളുടെ ആ പാപത്തിൻ്റെ പാരമ്പര്യം നിലനിൽക്കുന്ന അനുസരണക്കേടിൻ്റെ. അപ്പോൾ അതാണ് അങ്ങനെയാണ് ഓരോ മക്കളും ജനിക്കുമ്പോൾ, ഓരോ കുഞ്ഞുങ്ങളും ജനിക്കുമ്പോൾ, മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ ആ പാപാവസ്ഥയിലാണുള്ളത്. ജന്മപാപവും നമ്മൾ ക്രിസ്ത്യാനികൾ പറയുന്നത് അതിനെയാണ്. അപ്പോൾ അങ്ങനെ ആ പാപങ്ങൾ അത് മനുഷ്യനെ അതിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി പാപാവസ്ഥയിൽ, അതുപോലെ നമ്മളെ ലൗകികമായ പല തൃഷ്ണകൾ, നമ്മളുടെ ആഗ്രഹങ്ങൾ, ലൗകിക ദാഹങ്ങൾ, ലൗകിക നേട്ടം, സുഖഭോഗങ്ങൾ, ഇതെല്ലാം ആസ്വദിക്കുന്നതിന് വേണ്ടി ആണ് നമ്മൾ കൂടുതലും ശ്രദ്ധ ചെലുത്തുന്നത് ഭൗതികമായ കാര്യങ്ങളിൽ. അപ്പോൾ അതിൽ നിന്നൊക്കെ അപ്പോൾ അങ്ങനെ വീണ്ടും പാപങ്ങളാണ്. അതിൽ നിന്നെല്ലാം അവസ്ഥയിലോട്ട് നമ്മൾ വീണുകൊണ്ടിരിക്കുകയാണ് മനുഷ്യർ. അപ്പോൾ ആദ്യം മുതലേ അങ്ങനെയാണ്, ഇപ്പോഴല്ല. അപ്പോൾ അതിൽ നിന്ന് അപ്പോൾ മനുഷ്യരെ രക്ഷിക്കാൻ ദൈവം പലതും ചെയ്തു. പ്രവാചകന്മാരെയൊക്കെ അയച്ചു, എല്ലാം ചെയ്തു, ഒരുപാട് പഠിപ്പിച്ചു, എല്ലാം ചെയ്തിട്ട് ഒന്നും അത് മാറുന്നില്ല. ജനം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ദൈവം വിചാരിച്ചു, ദൈവം തന്നെ മനുഷ്യനായിട്ട് അവതരിച്ചു. യേശു എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്, ദൈവത്തിൽ വിശുദ്ധ തൃത്വത്തിൽ ഉള്ള രണ്ടാം ആളാണ്. അപ്പോൾ അതിൽ അങ്ങനെ ദൈവം തന്നെ മനുഷ്യനായിട്ട് അവതരിച്ചു, മനുഷ്യൻ്റെ കൂടെ ജീവിച്ചു, മനുഷ്യരുടെ ഇടയിൽ ജീവിച്ചു, മനുഷ്യരുടെ ഇടയിൽ പ്രവർത്തിച്ചു, പഠിപ്പിച്ചു, ഇതൊക്കെ വന്നു. അപ്പോൾ മനുഷ്യനെ അങ്ങനെ എന്നിട്ട് മനുഷ്യൻ്റെ ആ പാപാവസ്ഥയിൽ മോചനത്തിന് വേണ്ടി അവിടുന്ന് കഠിനമായ ക്രൂരമായ പീഡനങ്ങൾ സഹിച്ച് കുരിശുമരണവും വരിച്ച് അവിടുന്ന് ഒരു പച്ചയായ മനുഷ്യനായിട്ടാണ് ഇതെല്ലാം സഹിച്ചതും എല്ലാം, അല്ല ദൈവമായിട്ടല്ല. എന്നിട്ട് കുരിശുമരണവും വരിച്ചിട്ട്
സാധാരണ മനുഷ്യനെ പോലെ തന്നെ അടക്കപ്പെട്ടു. അപ്പോൾ നമ്മൾ ആ ഖബറിൽ ആ 3 ദിവസം എഴുന്നേൽക്കുന്നത് വരെ മറ്റു മനുഷ്യരെ പോലെ തന്നെ കഴിഞ്ഞുകൂടി, അവിടുന്ന് കഴിഞ്ഞു. അപ്പോൾ ഇത് മനുഷ്യനെ നേരിട്ട് ബോധ്യപ്പെടുത്തി, പാപത്തിൻ്റെ അവസ്ഥ ബോധ്യപ്പെടുത്തി അവനെ നേരിട്ട് രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് യേശു മനുഷ്യനായിട്ട് അവതരിച്ചത്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത് ഈ 50 ദിവസവും. അപ്പോൾ അങ്ങനെ പാപങ്ങൾക്ക്, നമ്മുടെ പാപത്തിന് അല്ലെങ്കിൽ തിന്മയ്ക്ക് എതിരായിട്ട് ഇത് ധ്യാനിച്ച് അനുതാപവും പശ്ചാത്താപവും എല്ലാം ഉണ്ടായി നമ്മുടെ പ്രാർത്ഥനയിലും ധ്യാനത്തിലും പരിഹാരക്രിയകൾ ചെയ്യാൻ കഴിയുള്ളത് ഒക്കെ ചെയ്യുക. അങ്ങനെ കഴിയുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഈ നോയമ്പ് കാര്യം. അല്ലാതെ ഉള്ള നമ്മൾ കുറച്ച് നീണ്ട പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചു അതുകൊണ്ട് നോയമ്പാകുന്നില്ല. അപ്പോൾ നമ്മൾ ആ ധ്യാനത്തിൽ ആ പരിഹാരക്രിയകളും ചെയ്യാൻ കഴിയുന്നവരെല്ലാം ചെയ്യണം. പ്രാർത്ഥനയും ധ്യാനവും മാത്രമല്ല, പശ്ചാത്താപവും ആ പാപങ്ങളെപ്പറ്റി, നമ്മുടെ തിന്മകളെപ്പറ്റി പശ്ചാത്താപം ഉണ്ടാകണം, അനുദപിക്കണം. അപ്പോൾ അങ്ങനെ അന്തസ്സിൻ്റെ എല്ലാ തുറകളിലും ഉള്ളവർ, പുരോഹിതരും എല്ലാ വിശ്വാസികൾ മാത്രമല്ല, എല്ലാവരും തന്നെ ഈ നോയമ്പ് ആചരിക്കുന്നതാണ്. എല്ലാവരും അതിന് കടപ്പെട്ടവരാണ്, എല്ലാവരും ആചരിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് മുതലാണ് തുടങ്ങിയത് പറയാൻ 50 നോമ്പിന്. അതുപോലെ 2 ആഴ്ച മുൻപ് തന്നെ 3 ദിവസത്തെ 3 നോയമ്പുണ്ടായിരുന്നു. അതെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, എല്ലാം പ്രസിദ്ധമാണ്. 3 നോയമ്പ് യോനാ പ്രവാചകൻ്റെയും നിനവേ പട്ടണത്തിൻ്റെയും കഥകളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ അതെല്ലാം പ്രസിദ്ധമാണല്ലോ. അപ്പം അങ്ങനെ പഴയ നിയമത്തിൽ ഇതുപോലെ മോശ, ഏലിയ ഇവരൊക്കെ 40 ദിവസം നോമ്പ് ആചരിച്ചിട്ടുണ്ട്. മറ്റ് പ്രവാചകന്മാരൊക്കെ കുറേ ദിവസങ്ങളിൽ മിക്കവാറും അടുക്ക അവർ നോയമ്പിലായിരിക്കും. കാരണം പ്രാർത്ഥനയിലും ധ്യാനത്തിലും ആയിരുന്നു അവർ. അതുപോലെ ഇവർ മോശയും ഏലിയായും 40 ദിവസം നോയമ്പ് നോക്കിയവരാണ്. അപ്പോൾ എന്തിനാ അവർ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു ദൈവത്തിൻ്റെ ഒരു പ്രത്യേകമായ ഒരു ദൗത്യം നിറവേറ്റുന്നതിന് വേണ്ടി, ഒരു ദൈവ പദ്ധതികൾ നിറവേറ്റുന്നതിന് വേണ്ടി അവരെ ദൈവം അതിന് പ്രേരിപ്പിച്ച് നിയോഗിച്ചതായിരുന്നു. അങ്ങനെ നോയമ്പും നോറ്റ് അവർ മരണം വരെയും അവർ ദൈവത്തിൻ്റെ ആ പദ്ധതി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ജീവിക്കുകയായിരുന്നു. മരണവും അതിൽ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പദ്ധതി അവർ ചെയ്തു. അപ്പോൾ നമുക്കെന്താണ് അതിൻ്റെ ആവശ്യം എന്നുള്ളത് തോന്നും. ദൈവത്തിൻ്റെ പദ്ധതി നമുക്കുണ്ടോ? അവർക്കല്ലേ, അവർ പ്രവാചകന്മാർ ചെയ്തില്ലേ? മോശയും ചെയ്തു, എലിയാവുകയും ചെയ്തു. മോശ എന്താ ചെയ്ത്? ഇത് നമ്മളെപ്പോലെ തന്നെ പാപത്തിൻ്റെ അടിമത്തത്തിലായിരുന്നു നമ്മൾ. അതേസമയം അവിടെ ഇസ്രായേൽ ജനം ഈജിപ്തിൽ അവർ ആ രാജ്യത്തിൻ്റെ അടിമത്തത്തിൽ അവർ കഷ്ടതകൾ അനുഭവിക്കുകയായിരുന്നു. അവിടുന്ന് അവരെ മോചിപ്പിച്ചു കൊണ്ടുവരുന്ന അവരെ ദൈവത്തിൻ്റെ ജനമാക്കി തീർക്കുന്നത് ആയിരുന്നു മോശയുടെ ദൗത്യം. ആ ദൗത്യ നിർവഹണമായിരുന്നു മരണം വരെയും. അപ്പോൾ അതിനായിരുന്നു ദൈവത്തിൻ്റെ കൂടെ 40 ദിവസം മരുഭൂമിയിൽ ആയിരുന്നു, അവിടെ സീനായി മലയിൽ മരുഭൂമിയിലായിരുന്നു ദൈവത്തിൻ്റെ കൂടെ ആയിരുന്നു നോയമ്പ് അനുഷ്ഠിച്ചത്. നോയമ്പെന്നതാണ് അതിന് പറയുന്നത്. 40 ദിവസം ദൈവത്തോടു കൂടിയായിരുന്നു. അപ്പോൾ നോയമ്പെന്ന് പറയുന്നത് നമ്മൾ ദൈവത്തോടു കൂടി ആയിരിക്കുന്നതിനാണ്, ദൈവവും നമ്മളിലായിരിക്കുന്നതിനാണ്. അപ്പോൾ അങ്ങനെ ആയെങ്കിലേ ആ നോയമ്പ് അതാകത്തുള്ളൂ. അതിനാണ് ഈ പ്രാർത്ഥനകളും പരിത്യാഗങ്ങളും ധ്യാനങ്ങളും ഒക്കെ ആ ദിവസം നമ്മൾ സ്വയമായിട്ട്. അല്ലെങ്കിൽ ധ്യാന വേദികൾ എവിടെയെങ്കിലും ഉള്ളിടത്ത് പോകുക എന്നുള്ളതല്ല, പബ്ലിക് അല്ല, നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ മനസ്സിൽ തന്നെ നമ്മൾ ജോലിയിൽ നമ്മളുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴും നമുക്കത് ധ്യാനിക്കാം, അത് ശീലിക്കണം. അപ്പോഴാണ് നമുക്ക് നമ്മുടെ വിശുദ്ധീകരണം സാധിക്കണം. അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ ധ്യാനത്തിൽ ഏർപ്പെട്ട് അവരുടെ ദൈവം ഉദ്ദേശിച്ച ആ ദൈവിക പദ്ധതിയുടെ നിർവഹണത്തിന് വേണ്ടി അവരെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി, ആത്മാവിൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി, അവരെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി, അങ്ങനെ ആകുമ്പോഴാണ് ദൈവത്തിൻ്റെ ആ പദ്ധതിക്ക് വേണ്ടി അവർ ഒരുങ്ങുന്നത്. അതിനുവേണ്ടിയായിരുന്നു അവരുടെ നോയമ്പും പ്രാർത്ഥനകളെല്ലാം. ദൈവം അതിനുവേണ്ടി ചെയ്യുമായിരുന്നു. അതുപോലെയാണ് നമുക്ക് ചെയ്യേണ്ടുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്കത് യേശു തന്നെയാണ് നമുക്ക് കാണിച്ചത്. നമ്മുടെ കർത്താവായ യേശു തന്നെയാണ്, യേശു ക്രിസ്തു തന്നെയാണ് കാണിച്ചു തരുന്നത്. തൻ്റെ പരസ്യ ജീവിതത്തിന് മുൻപായിട്ട്
അവിടുന്ന് 40 ദിവസം അവിടുന്ന് മരുഭൂമിയിൽ ചെന്ന് നോയമ്പ് അന്വേഷിച്ചു ദൈവത്തോടു കൂടിയായിരുന്നു. അത് അപ്പോഴും ചിലർ ചോദിക്കും, യേശു അപ്പോഴും ദൈവമല്ലല്ലോ, വേറെ ദൈവം ഉണ്ടല്ലോ എന്നാണ് ഇപ്പോഴെല്ലാവരും പറഞ്ഞ് വരുത്തുന്നത്. ഉണ്ടാകുന്ന ക്രിസ്ത്യാനികളെന്നും പറയപ്പെടുന്നവർ പോലും അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല. പിതാവ്, ഞാൻ പറഞ്ഞു ത്രിവിശുദ്ധ ത്രിത്വം, അത് ദൈവത്തിൽ രണ്ടാമളായാണ് യേശു മനുഷ്യനും കൂടിയാണ്. ദൈവം മാത്രമല്ല, പച്ചയായ മനുഷ്യനായിട്ടാണ് അവിടെ ജീവിക്കുന്നത്. അപ്പോൾ ദൈവത്തോടു കൂടിയായിരുന്ന, സ്വർഗത്തിലായിരുന്നപ്പോൾ ദൈവത്തോടു കൂടിയായിരുന്നപ്പോൾ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളും അതുപോലെയുള്ള എല്ലാം ധ്യാനിച്ച് ദൈവത്തിന് തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ഈ ജീവിതാന്ത്യത്തിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അതെല്ലാം കർത്താവ് ദൈവത്തിൽ നിന്ന് തന്നെ, പിതാവിൽ നിന്ന് തന്നെ പഠിക്കുകയായിരുന്നു. കർത്താവ് പറയുന്നുണ്ടല്ലോ, പിതാവ് എന്നോട് പറഞ്ഞ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, പിതാവ് പറഞ്ഞതും അവിടുന്ന് ഞാൻ കേട്ടതും അവിടുന്ന് പ്രവർത്തിച്ചത് കണ്ടതും അതിപ്പോൾ കാണിച്ചു തരുന്നത് മാത്രമാണ് ഞാൻ പ്രവർത്തിക്കുന്നതെന്ന്. പിതാവ് പറഞ്ഞു തരുന്നത് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. യേശു പലപ്പോഴും ആ പ്രാർത്ഥനയിലായിരുന്നു. പല ദിവസങ്ങളിലും പകൽ മുഴുവനും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു, ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു. പിന്നെ രാത്രി സമയങ്ങളിൽ മലയിലും തോട്ടത്തിലുമൊക്കെ ഇത് പ്രാർത്ഥനയായിരുന്നു, ദൈവത്തോട് സംസാരമായിരുന്നു. അങ്ങനെ ദൈവത്തോട് സംവദിക്കുന്നതാണ് ധ്യാനം എന്ന് പറയുമ്പോഴും. അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ അത് വെറും പ്രാർത്ഥനയാണ്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു അഭിനയമായി മാറിപ്പോകും. അപ്പോൾ അങ്ങനെയുള്ളവരെയാണ് ദൈവാത്മാവ് നയിക്കും. അപ്പോൾ ഈ പൂർണ്ണതയിലുള്ള ദൈവാത്മാവാൽ നയിച്ചാണ് ഓരോന്നും ചെയ്യുന്നത്. അപ്പോൾ യേശു അങ്ങനെ ദൈവാത്മാവാൽ നയിക്കപ്പെട്ടാണ് മരണം വരെയും ആയിരുന്നത്. അതിനുശേഷം എഴുന്നേറ്റും അങ്ങനെ ആയിരുന്നു. ദൈവാത്മാവാണ് നയിച്ചുകൊണ്ടിരുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, യേശു എപ്പോഴും തന്നെ അവർ ദൈവാത്മാവിലാണ് ദൈവാത്മാവാണ് നയിച്ചിരുന്നത്. അത് മോശയും ഏലിയായും പ്രവാചകന്മാരെയും എല്ലാവരെയും അങ്ങനെയായിരുന്നു. അതിനേക്കാളും കൂടുതലായിട്ടാണ് യേശു. കാരണം ദൈവം എപ്പോഴും പിതാവ് പുത്രനെ കൂടുതലായിട്ട് കരുതിയിരുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾക്കെന്തിനാണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നമുക്കെന്തുവാ ദൗത്യ നിർവഹണം എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, അപ്പം ജനിക്കുന്നത് തന്നെ, മനുഷ്യർ ജനിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ ഇച്ഛയാലാണ് ജനിക്കുന്നത്. എങ്കിലും അവൻ ആദ്യത്തെ ആ പാപം അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ പാപത്തിൽ നിന്നുള്ള മോചനത്തിനാണ് യേശു ഇങ്ങനെയൊക്കെ വന്നത്. ഈ പീഡകളൊക്കെ സഹിച്ച് മരിച്ചതും അടക്കപ്പെട്ടതും പിന്നെ ഉയർത്തെഴുന്നേറ്റതും. അപ്പോൾ യേശു തന്നെ വന്ന് ഇതെല്ലാം നമുക്ക് മോചിച്ച് തന്നു. അപ്പോൾ ഇത് മോചിച്ചത് ഈ പാപാവസ്ഥയിൽ നിന്ന് മനുഷ്യനെ, പാപത്തിൻ്റെ ലൗകിക അവസ്ഥകളിൽ, ആ ജന്മപാപത്തിൽ നിന്ന് മോചിപ്പിച്ച് വീണ്ടും നമ്മളെ രക്ഷിച്ചു. അതിനാണ് രക്ഷയെന്ന് പറയുന്നത്. വീണ്ടും നമ്മൾ ഭൗതിക ചിന്തകളിലും സുഖങ്ങളിലും എല്ലാം ഏർപ്പെട്ട് നമ്മൾ വീണ്ടും പാപാവസ്ഥയിലാണ് ലോകത്തിലായിരിക്കുമ്പോൾ മുഴുവനും. അപ്പോൾ അതിൽ നിന്നെല്ലാം അതിനെയൊക്കെ അതിജീവിക്കാൻ, അത് പ്രലോഭനങ്ങളും ആഗ്രഹങ്ങളും ഭൗതിക ദാഹങ്ങളും ഇല്ലാത്തവരാരും ഉണ്ടായിട്ടില്ല, ആരും ജനിച്ചിട്ടില്ല. അവരെല്ലാവരും അങ്ങനെ. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ നമ്മൾ അതിജീവിക്കണം. ആദ്യമേ നൂറ്റാണ്ടിൽ ക്രിസ്തുവിനെ സഭ സ്ഥാപിച്ച് ഉത്ഥാനത്തിന്, സ്വർഗാരോഹണത്തിനും ഒക്കെ ശേഷം ഒക്കെ സ്ഥാപിച്ചപ്പോഴും ആ സമയത്തും അതിന് ശേഷം അന്ന് മുതൽ തന്നെ ഇങ്ങോട്ട് എല്ലാവരും തന്നെ സന്യസ്തരും എല്ലാവരും തന്നെ നോയമ്പ് ആചരിച്ച് ധ്യാനിച്ചുമൊക്കെ അവർ ഇരുന്നു. അങ്ങനെയാണ് അവർ ശക്തി പ്രാപിച്ച് ഭൗതിക വെല്ലുവിളികളെയെല്ലാം അവർ അതിജീവിക്കാൻ അവർ പഠിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ദൈവിക ദൗത്യം, അപ്പോൾ നമ്മൾ ഒരു യേശുവിന് മാത്രമല്ല, അപ്പോൾ യേശു നമ്മൾ കാണിച്ചു തന്നു എങ്ങനെയാണ് ചെയ്യേണ്ടത്, ധ്യാനിക്കേണ്ടത്, എങ്ങനെയാണ് നോമ്പ് നോക്കുന്നത്, നമുക്ക് എന്താണ് നമുക്കുള്ള ദൗത്യം എന്നെല്ലാം യേശു പറഞ്ഞു തന്നു, നമ്മളെ പഠിപ്പിച്ചിരുന്നു. അതൊരു സ്ത്രീ ആയാലും പുരുഷനായാലും അവർക്കെല്ലാവർക്കും എല്ലാ മനുഷ്യർക്കും ഉണ്ട് ദൈവിക ദൗത്യം. ഈ ഭൂമിയിൽ നിറവേറ്റാനുണ്ട്. അതില്ലാതെ പറ്റത്തില്ല. അപ്പോൾ അതില്ലാതെ നോയമ്പ് നോക്കിക്കൊണ്ട് എല്ലാ വർഷവും നോയമ്പ് നോക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നിറവേറ്റണം. അതെന്താണ് നിറവേറ്റുന്നത്? യേശു ക്രിസ്തുവാണ്, അല്ലെങ്കിൽ മിശിഹായാണെന്നും മറ്റൊരു രക്ഷകൻ മനുഷ്യകുലത്തെ പാപാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാനില്ലെന്നും ഒക്കെ വിശ്വസിച്ച് അത് ഏറ്റുപറഞ്ഞ്, അത് സത്യമാണെന്ന് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് ദൈവിക നിയമങ്ങളും കൽപ്പനകളും പാലിച്ച് ജീവിക്കുകയും തങ്ങളുടെ ഇത്തരത്തിലുള്ള ജീവിതശൈലി മൂലം ഈ എന്തൊക്കെയാണ് ഈ യേശുവിനെ
ക്രിസ്തുവാണ് രക്ഷകനാണ്. പാപമോചനത്തിന്, പാപാവസ്ഥയിൽ നിന്ന് മനുഷ്യകുലത്തെ രക്ഷിക്കുന്നതിന് മറ്റൊരു ദൈവമില്ല, മറ്റൊരാളില്ല, മറ്റൊരു രക്ഷകനില്ല. അത് യേശു മാത്രമാണെന്ന്, അത് ആ സത്യം, അതാണ് സത്യം. അതറിഞ്ഞ് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് അങ്ങനെയുള്ള ഒരു ജീവിതം, ആത്മീയ ജീവിതം രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു ശൈലിയുണ്ട്. ആ ശൈലി, ആ ജീവിത ശൈലി, ക്രിസ്തീയ ജീവിത ശൈലി നമ്മൾ സ്വീകരിക്കുകയും ഇങ്ങനെയുള്ള സത്യം മറ്റുള്ള ജനങ്ങളെ ഈ സത്യം അറിഞ്ഞിട്ടില്ലാത്ത ജനതകളെ അറിയിക്കുകയും അവരെ അറിയിച്ചാൽ മാത്രം പോരാ, അത് അവരെ ബോധ്യപ്പെടുത്തണം. അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ അത് നമ്മൾ പ്രവർത്തിക്കണം. എങ്ങനെയാണ്? നമ്മുടെ ജീവിതശൈലി മൂലം. അപ്പോൾ നമ്മുടെ ജീവിതശൈലിയിൽ തന്നെ മാറ്റം വരണം. അപ്പോഴാണ് അവർക്കത്, അത് അവരോട് പറഞ്ഞാലും അവരോട് പ്രഘോഷിച്ചാലും അവർക്ക് ബോധ്യം വരുന്നത്. അപ്പോൾ അങ്ങനെ ബോധ്യപ്പെടുത്തുക, പിന്നെ പ്രചരിപ്പിക്കുകയും ചെയ്യണം എന്നതാണ് നമ്മുടെ ഓരോ മനുഷ്യൻ്റെ ദൗത്യം. ഞാൻ ദൗത്യം ഉണ്ടെന്ന് പറഞ്ഞ ഇതാണ്. അപ്പോൾ ഇത് നമ്മുടെ ജീവിതശൈലി മാറണം. ആ ജീവിതശൈലി കൊണ്ട് മറ്റുള്ളവർക്ക്, നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക്, ദൈവത്തെ അറിയാത്തവർക്ക്, സത്യം അറിഞ്ഞിട്ടില്ലാത്തവർക്ക് ബോധ്യപ്പെടണം. ഇതാണ് സത്യം, ഇതാണ് ദൈവത്തിന് നമുക്കിങ്ങനെ ഒരു ദൗത്യമുണ്ട്, ദൈവം നമുക്ക് തന്നിട്ടുണ്ട് എല്ലാ മനുഷ്യർക്കും, അത് നമ്മൾ ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് ഉള്ളത് ബോധ്യപ്പെടണം. അപ്പോൾ ഇത് അറിയാത്ത ക്രിസ്ത്യാനി നോയമ്പ് നോക്കിയിട്ട്, ഇത് അറിഞ്ഞവർ തന്നെ നോയമ്പ് നോക്കിയിട്ട് കാര്യമില്ല. അറിഞ്ഞവർ വീണ്ടും ഇത് ചെയ്യാതെ നോയമ്പ് നോക്കുന്നു പറഞ്ഞാൽ അത് പങ്കപാവസ്ഥയാണ്. അതുകൊണ്ട് നോയമ്പ് നോക്കേണ്ടതെന്നല്ല ഞാൻ പറയുന്നത്. അത് പൂർണ്ണമാകണമെങ്കിൽ, അതിൻ്റെ പൂർണ്ണമായ കൃപകളും അനുഗ്രഹങ്ങളും പ്രാപിക്കണമെങ്കിൽ ഇത് ചെയ്തിരിക്കണം, ആ ദൗത്യം നിറവേറ്റിയിരിക്കണം. അങ്ങനെ വരുന്നവർക്കേ ആ നോയമ്പിൻ്റെ പ്രയോജനങ്ങൾ ഉണ്ടാവുകയുള്ളൂ, അനുഗ്രഹങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അല്ലാത്തവർ ആ പാപാവസ്ഥയിൽ തന്നെയാണെന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ. അല്ല അതിനകത്ത് നമ്മൾ വെള്ളം ചേർക്കേണ്ടുന്ന കാര്യമൊന്നുമില്ല, ഉള്ളത് തുറന്ന് പറയണമല്ലോ, പറഞ്ഞേ പറ്റുകയുള്ളൂ. ആരെയും പേടിപ്പിക്കാനല്ല, ഭയപ്പെടുത്താനല്ല, അറിഞ്ഞിരിക്കണം സത്യം. അതിനുവേണ്ടിയാണ്. അത് പറയാതിരുന്ന് ഉഴപ്പി വിട്ട് കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. ഇപ്പം സാധാരണ നമ്മളെ ചിന്തകളൊക്കെ ഈ ഭാഗത്ത് ഇപ്പം നോയമ്പിൻ്റെയൊക്കെ സമയത്ത് ഓരോരുത്തർ വരും. അപ്പോൾ ഓരോ ചെയ്യും. അച്ഛന്മാരൊക്കെ എങ്ങനെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ആയിരിക്കും അവരുടെ വിചാരം. എല്ലാം ഒന്ന് ഉഴപ്പി വിട്ട് ഒരു കോംപ്രമൈസിൽ അന്ന് ഒരു ഇതായിട്ട് പോവുക എന്നുള്ളതാണ്. അങ്ങനെ പറയാൻ പറ്റത്തില്ല, അത് ശരിയല്ല. നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ദൗത്യം ഇതാണ്, അത് പറഞ്ഞു കൊടുത്ത് ചെയ്യിച്ചേ പറ്റുകയുള്ളൂ. അപ്പം അങ്ങനെ ഇതാണ് ക്രിസ്തീയ ദർശനം. അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ ദർശനമെന്ന് പറയുമ്പോൾ ഇതാണ് ഒരു ക്രിസ്തീയ ദർശനമെന്നാണ് അതിന് പറയാൻ പറ്റുന്നത്. പ്രത്യേകമായൊരു ആണ് ക്രിസ്തീയ ദർശനം. അതിൻ്റെ എന്താണ് അതിൽ കൂടുതൽ ഇനിയും പറയാനുള്ള ക്രിസ്തീയ സഭകളുടെ ക്രിസ്തീയ ദർശനം എന്ന് പറയുമ്പോൾ, താൻ മാത്രം രക്ഷിക്കപ്പെട്ടാൽ പോരാ, താൻ അറിയുന്നവരും നമ്മുടെ ചുറ്റുപാടുള്ളവരും എല്ലാവരും തന്നെ, അറിയാത്തവരും എല്ലാവരും തന്നെ രക്ഷിക്കപ്പെടണം. അത് നമ്മളതിനു വേണ്ടി പ്രവർത്തിക്കണം, നമ്മളതിന് കാരണമാകണം. അതാണ് ക്രിസ്തീയ ദർശനം, ക്രിസ്തീയ വിശ്വാസ ദർശനം. അതാണെന്നോ അത് പറയുന്നത്. അല്ലാതെ നോമ്പ് നോക്കിയോണ്ട് കാര്യമില്ല. അങ്ങനെ താൻ നമ്മുടെ രക്ഷയ്ക്കാണ് നമ്മൾ നോമ്പ് നോക്കുന്നത്, നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ പലർക്കും നമുക്കുള്ളതൊന്നും മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമുക്ക് താല്പര്യമില്ല. എല്ലാവരും ഇന്ന് അങ്ങനെയാണ് ജീവിക്കുന്നത്. അത് എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ മക്കൾ കഷ്ടപ്പെടുന്നത് ഞങ്ങൾക്കും ഞങ്ങളുടെ വീട്ടുകാർക്കും മാത്രം എന്നുള്ള ഒരു ചിന്താഗതിയാണല്ലോ നമ്മളെ ഭരിക്കുന്നത് ഇന്ന് കൂടുതലും. ക്രിസ്ത്യാനികളെയും കത്തോലിക്കരെയും എല്ലാവരെയും തന്നെ, എല്ലാ വിഭാഗങ്ങളെയും ഭരിക്കുന്നത്. അപ്പോൾ അത് ക്രിസ്തീയ ദർശനമല്ല. അത് നമുക്കുള്ളത് മറ്റുള്ളവർക്കും കൂടിയാണ്. അതാണ് അപ്പോൾ അത് ഓർമ്മിപ്പിക്കുകയാണ് നോമ്പ്, അത് പുതുക്കുകയാണ്. പരേതനായ അമേരിക്കയിലെ ആർച്ച് ബിഷപ്പ് ഫുൾട്ടൺ ജെഷീൻ, അദ്ദേഹത്തിൻ്റെ ഒരു ലേഖന സമാഹാരം പുസ്തകമായിട്ട് ഞങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു, ഇംഗ്ലീഷിലെ. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ നോമ്പ് നോക്കുന്നതുകൊണ്ട് ഈ ആത്മീയ ഉന്നതി മാത്രമല്ല ഭൗതികമായ ഉന്നതിയുമുണ്ട്. അവർ ഈ 40-50 ദിവസം നോമ്പെന്ന് പറയുമ്പോൾ ഈ ഭക്ഷണവർജനയും കൂടെ ആകുമ്പോഴും, ഉപവാസവും കൂടെ ആകുമ്പോൾ അവൻ്റെ സൗന്ദര്യം വർദ്ധിക്കുകയാണ്. പിന്നെ രുചികരമല്ലാത്ത എന്ന് തോന്നിയിരുന്ന വസ്തുക്കളെല്ലാം ഈ 50 ദിവസം കഴിയുമ്പോൾ വർജന മൂലം അവന് രുചിയായിട്ട് തോന്നും. അപ്പോൾ മറ്റുള്ളവരൊക്കെ അന്ന് പറയുമായിരുന്നു സാധാരണ നോയമ്പ് കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യാനികൾക്ക് അവർക്ക് എല്ലാം കഴിയുമ്പോൾ അവർക്ക് എല്ലാം കഴിക്കുന്നു, എല്ലാവർക്കും അവർക്ക് ഭക്ഷണത്തിനോട് പ്രിയമുണ്ട്. അതുവരെ ഭക്ഷണപ്രിയം ഇല്ലാതിരുന്നവർക്ക്. അപ്പോൾ ഇതൊക്കെയാണ് നോയമ്പ് കൊണ്ട് ഇങ്ങനെയുള്ള ഭൗതിക ഗുണം ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടിയല്ല നോയമ്പ് നോക്കുന്നത്.
ഇതിനു വേണ്ടി മാത്രമല്ല, പിന്നെ ആ വിശുദ്ധീകരണത്തിന് വേണ്ടി, ആത്മീയ അവസ്ഥയിലെ ആ വിശുദ്ധീകരണം ജീവിതകാലം മുഴുവൻ തുടരാൻ വേണ്ടിയാണ്. അത് പുതുക്കുകയാണ് ഓരോ വർഷവും. അല്ല ഒരു വർഷം നോമ്പ് നോക്കിയാൽ പോരാല്ലോ, എല്ലാ വർഷവും അത് പുതുക്കണം. കാരണം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മുഴുവനും നമ്മൾ ഭൗതിക കാര്യങ്ങളിലാണ് നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാപത്തിൻ്റെ അവസ്ഥകൾ കൂടുകയാണ്, ഭൗതിക സുഖങ്ങളും മോഹങ്ങളും ഒക്കെ. അപ്പോൾ ഈ സാഹചര്യങ്ങളിൽ നിന്നുള്ള അങ്ങനെയുള്ള ഈ ഭൗതിക മോഹങ്ങൾ, അസുഖഭോഗങ്ങൾ, ആനന്ദങ്ങൾ, സന്തോഷങ്ങൾ, അതിൽ നിന്നൊക്കെയുള്ളൊരു മോചനമാണ്. ഈ പാപമായിട്ട് മുഴുകി അതിലേക്ക് ജീവിക്കുന്നതിനുള്ള മോചനമാണ് കർത്താവ് നമുക്ക് തന്നത്. അപ്പോൾ അതിനാണ് രക്ഷ എന്ന് പറയുന്നത്, കർത്താവിൻ്റെ രക്ഷ. അത് യേശുക്രിസ്തു വഴി ദൈവം നൽകുന്ന ഒരു ദാനമാണ് രക്ഷ. അപ്പോൾ ഈ നൊയമ്പ് വഴി നമുക്ക് കിട്ടുന്നത് എന്തുവാ? ഈ രക്ഷയും കൂടിയാണ്. നമ്മളല്ലാതെ നമ്മൾ നേരത്തെ നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനം വഴി അല്ലെങ്കിൽ മാമോദീസ വഴി നമ്മൾ രക്ഷിക്കപ്പെട്ടവർക്ക് ആ ജന്മഭാവം ഇല്ലാതായി. പക്ഷേ പിന്നെ ഈ ലോകത്തിൽ ജീവിച്ച് ആ ഭൗതിക തൃഷ്ണകൾ നമുക്ക് വന്നിട്ടുള്ള ആ ദാഹത്താൽ നമുക്ക് വന്നിട്ടുള്ള പാപങ്ങൾ, തെറ്റുകൾ, അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യുന്നു നമ്മൾ. ഇത് പ്രാർത്ഥനകൾ പോലും മുടക്കിയിട്ടല്ലേ ഞാൻ പറഞ്ഞ പോലെ ഞായറാഴ്ചകളൊക്കെ ട്യൂഷനുകളും പഠിപ്പിക്കൽ ക്ലാസ്സുകളും സ്പെഷ്യൽ ക്ലാസ്സുകളും ഒക്കെ പോകുന്നത്, മറ്റുള്ള വിശുദ്ധ ദിവസങ്ങളിലുമൊക്കെ നടത്തുന്നതെല്ലാം. അപ്പോൾ ഈ പാപങ്ങളുമൊക്കെ നമ്മൾ മോചിച്ച് കിട്ടുന്നതിനും കൂടിയാണ്, നമ്മൾ ഈ സാഹചര്യങ്ങളിൽ നിന്നുള്ള മോചനം കൂടിയാണ്. അത് യേശുക്രിസ്തു വഴി നമുക്ക് ഈ ദൈവം നൽകുന്ന രക്ഷ അങ്ങനെ നൽകുന്നത് ദൈവം ദാനമായിട്ട് നൽകുകയാണ്. അത് ദാനമാണ്, നമ്മുടെ ആരുടെയും നേട്ടമല്ല, ഒരു മനുഷ്യരുടെയും സമ്മാനമല്ല, ദൈവത്തിൻ്റെ സമ്മാനമാണ്, ദാനമാണ്. അത് നേടിയെടുക്കുന്നതിന് ദൈവത്തോടു കൂടി ആയിരിക്കുന്നതിനാണ് നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നത്. അത് നമ്മൾ നേടിയെടുക്കണം, നമ്മൾ പ്രയത്നിക്കണം. അതാണ് നോയമ്പെന്ന് പറയുന്നത്. അപ്പോൾ ഭൗതിക സുഖങ്ങളെയും മോഹങ്ങളെയും ആഗ്രഹങ്ങളെ അതെല്ലാം അഭിരുചികളെയെല്ലാം നമ്മൾ കീഴടക്കുകയാണ് നോമ്പിലൂടെ. അപ്പോൾ അത് അങ്ങനെയാണ് ദൈവത്തിൻ്റെ ദാനമായ രക്ഷ നമ്മൾ പരിപൂർണമായിട്ട് നിലനിർത്തിക്കൊണ്ടുവരുന്നത്. നമ്മൾ സ്വീകരിച്ച് നമ്മളിൽ വേരുറപ്പിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുകയാണ് ചെയ്യുന്നത് നോയമ്പെന്ന് പറയുമ്പോൾ. അല്ലാതെ നോയമ്പ് നോക്കുന്നെങ്കിൽ തെറ്റാണ്. അല്ലാതെ നോയമ്പ് നോറ്റു ഞാൻ പള്ളിയിൽ പോയി ദിവസം തോറും സന്ധ്യാപ്രാർത്ഥനകൾ നടത്തി, രാവിലെയും പോയി യാമപ്രാർത്ഥനകൾ നടത്തി, ഉച്ചയ്ക്കും പോയി നടത്തി എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. അതൊക്കെ പാപം. അത് പാപാവസ്ഥയിലും കൂടെ ആകും. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും മറ്റുള്ള സമൂഹത്തിൽ വരുന്ന എല്ലാവരും എങ്ങനെയൊക്കെ ചിന്തിക്കുന്നു, കാണുന്നു, അതൊക്കെ അവർ കാണട്ടെ ഞാനും അങ്ങനെയാണെന്നൊക്കെ ഉള്ളത് തെറ്റാണ് കേട്ടോ, വലിയ തെറ്റുകളാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നോയമ്പ് അന്വേഷിച്ച് പുണ്യങ്ങൾ പ്രാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ദൈവാനുഗ്രഹം പ്രാപിക്കാനും ദൈവിക വിശുദ്ധി ആത്മവിശുദ്ധി പ്രാപിക്കാനും സാധിച്ചില്ലെങ്കിലും പാപമാകരുത്. പാപത്തിൻ്റെ അവസ്ഥയിൽ പാപം അവസ്ഥ കൂടിപ്പോകരുത്, പാപത്തിൻ്റെ കാഠിന്യം. അതിനു വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം ഇതുകൊണ്ടാണ് മനസ്സിലായല്ലോ കാര്യങ്ങൾ. നോമ്പും ഉപവാസവും പ്രാർത്ഥനകളും ഒക്കെ അടങ്ങിയ ഒരു ജീവിത ശൈലിയാണ് ഈ നോയമ്പ് മുഖാന്തരം ഓരോ ക്രിസ്ത്യാനിയും രൂപപ്പെടുത്തേണ്ടുന്നത്. അതിൻ്റെ ആവശ്യകത മനസ്സിലായല്ലോ. ഇത് പറയാൻ വേണ്ടിയാണ്. അപ്പോൾ ധാരാളം എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ലളിതമായിട്ട് തന്നെയാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. ഇനി നിങ്ങളാണ് അത് തീരുമാനിക്കുന്നത്. എല്ലാവരും അത് മനസ്സിലാക്കണം. ക്രിസ്ത്യാനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഈ നോമ്പിൽ പങ്കുകൊള്ളാം. എല്ലാവരും ആചരിക്കാൻ ദൈവിക ചിന്തയിൽ കഴിയാം. അപ്പം ബൈബിളുമൊക്കെ വായിക്കുകയും എടുക്കുകയും അതുപോലെ ദൈവിക ചിന്തയിൽ കഴിയുകയും ദൈവിക വചനങ്ങളൊക്കെ കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് അതിന് നമ്മളെ സഹായിക്കും. ദൈവിക വചനങ്ങളൊക്കെ കേൾക്കുന്ന ധ്യാനവും ഇതൊക്കെ കൺവെൻഷനുകൾ പ്രസംഗങ്ങളുമൊക്കെ ഉണ്ട്. നോയമ്പ് കാലത്ത് പലയിടത്തുമായിട്ടൊക്കെ നടക്കും. അപ്പോൾ അതൊക്കെ എന്താണ്, നമ്മൾ കെമിസ്ട്രി പഠിക്കുന്നവരുണ്ടല്ലോ. ഇപ്പോൾ മാംഗനീസും അതൊക്കെ ഇട്ട് സിങ്കും ആസിഡും ഒക്കെ ചേർത്ത് ഹൈഡ്രജൻ ഇങ്ങോട്ട് വരുന്നതിന്, അല്ലെങ്കിൽ ഗ്യാസ് ഉണ്ടാക്കുന്നതിന്, വാതകം ഉണ്ടാകുന്നതിന് വേണ്ടി രാസത്വരക വസ്തുക്കളുണ്ടല്ലേ, കറ്റാലിറ്റിക് ഏജൻറ്റ്സ് എന്ന് പറയും. അപ്പോൾ അതിൽ മാംഗനീസും അതൊക്കെ അതിൽ ചേർക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ചേർക്കുമ്പോൾ എന്താണ്, അതല്ല മാംഗനീസ് അല്ല വാതകം ഉണ്ടാകുന്ന മാംഗനീസിൽ നിന്നല്ല മറ്റുള്ളത് ചെയ്യുന്നതിന് സിങ്കും ആസിഡും പ്രവർത്തിക്കുന്നതിനുള്ളൊരു ഉൽപ്രേരക വസ്തുവായിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത്.
അത് അപ്പോൾ എന്നതുപോലെയാണ് ഈ ധ്യാനങ്ങളും ഈ കൺവെൻഷൻ സെൻ്റർ ഇതൊക്കെ നടത്തുന്നതും ഓരോ ധ്യാന പ്രസംഗങ്ങളൊക്കെ ഈ നോയമ്പ് കാലത്ത് അവിടെ ഇവിടെയൊക്കെ വൈദികരെ കൊണ്ടും മറ്റുള്ളവരെ കൊണ്ടുമൊക്കെ നടത്തിക്കുന്നത്. അല്ലാതെ അതുവഴി നമുക്ക് അതിൽ പോയി പങ്കെടുത്തു എല്ലാവരെയും കണ്ട് കേട്ട് നമ്മളങ്ങ് അവിടെ ഇരുന്ന് കുറച്ച് സ്തോത്രവും ഹല്ലേലൂയയും പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചത് കൊണ്ടൊന്നും നോയമ്പ് ആയില്ല. നമ്മുടെ മനസ്സിലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. മനസ്സ് അവൻ്റെ ശുദ്ധമായി അതിൽ മനസ്സ് ശുദ്ധീകരിച്ചില്ലെങ്കിൽ, ആത്മാവ് വിശുദ്ധി പ്രാപിച്ചില്ലെങ്കിൽ പറ്റുകയില്ല. മറ്റേത് ഈ ധ്യാനം കഴിഞ്ഞതെല്ലാം എന്തുമായിരുന്നു? കാറ്റലിറ്റിക് ഏജൻസാണ് അതൊക്കെ. അതിന് ത്വരക പ്രക്രിയകൾ, എന്തും അതിന് ശരിയായിട്ട് പറയുന്നത് അങ്ങനെയുള്ള ഈ കെമിസ്ട്രി പഠിക്കുമ്പോഴൊക്കെ ഉണ്ട്, പണ്ട് കാലത്തൊക്കെ പഠിച്ചതാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതാണ് അവർ ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് അതിലാണ് രക്ഷയെന്ന് വിചാരിക്കരുത്, അതിലാണ് വിശുദ്ധി എന്ന് വിചാരിക്കരുത്. അത് മാത്രം പോരാ, അതുകൊണ്ടൊന്നും ആയില്ല. അത് ഇങ്ങനെ വിശ്വസിച്ച് പോയാൽ അത് പാപവും കൂടിയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉപസംഹരിക്കാം. നല്ല ഒരു നോയമ്പ് അനുഷ്ഠിക്കുന്നതിന്, നല്ല വിശുദ്ധി പ്രാപിക്കുന്നതിന്, നമ്മുടെ രക്ഷ ഉറപ്പാക്കുന്നതിന്, പൂർവോത്തരം ഉറപ്പാക്കുന്നതിന് ഉള്ള ശക്തി പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയ്ക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നോമ്പിൻ്റെ ഈ ഒരു ആമുഖ വിവരണം ഉപസംഹരിക്കുന്നു. അടുത്ത പ്രാവശ്യം നമുക്ക് നോമ്പിനെ പറ്റി കൂടുതലായിട്ട് ധ്യാന ചിന്തകൾ നമുക്ക് തരുന്നതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. എങ്കിലേ എനിക്ക് പറ്റത്തുള്ളൂ, അല്ലാതെ ഒന്നും പറ്റുകയില്ല. ദൈവാനുഗ്രഹം ഇല്ലെങ്കിലും ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ അതെല്ലാം ഭംഗിയായിട്ട് ഒരു 3-4 ക്ലാസ്സുകൾ ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു. ആമീൻ. സ്തോത്രം. ഹല്ലേലൂയ.